ഹായ്, രാജീവ് കുമാർ എം.എസ്. വെൽക്കം ടു മൈൻക്രാഫ്റ്റ് അക്കാഡമി, യുവർ കോച്ച് ആൻഡ് ട്രെയിനർ. ഇന്ന് ഞാൻ പറയുന്നത് ദ ലീഡർ ഹു ഹാഡ് നോ ടൈറ്റിൽ എന്ന റോബിൻ ശർമ്മയുടെ ലീഡർഷിപ്പിനെ കുറിച്ച് പറയുന്ന ബുക്കാണ്. ലീഡർഷിപ്പിന് എന്താണ് ഇത്രയധികം ഇമ്പോർട്ടൻസ്? ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു 100 പേരെടുത്തു കഴിഞ്ഞാൽ 5-ന് താഴെയായിരിക്കും ലീഡേഴ്സ് വരുന്നത്. മെജോറിറ്റി ആൾക്കാരും ലീഡേഴ്സ് ആയിരിക്കില്ല, ഫോളോവേഴ്സ് ആയിരിക്കും. ലീഡേഴ്സ് ആയിരിക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ ക്വാളിറ്റീസാണ് വേണ്ടത്? ലീഡർഷിപ്പ് മൈൻഡ് സെറ്റ്, സെൽഫ് ലീഡർഷിപ്പ്, സ്വന്തമായിട്ട് ലീഡർഷിപ്പ് അവർക്കുണ്ടായിരിക്കണം. മറ്റുള്ളവരെ ലീഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ സ്വന്തമായിട്ട് ഏത് രീതിയിലാണ് ലീഡർഷിപ്പിലേക്ക് എത്തിയിരിക്കുന്നത്, ഇത് വ്യക്തമായിട്ട് പ്രസ്താവിക്കുന്ന ബുക്കാണ്. അതിനകത്ത് ബ്ലേക്ക് ആൻഡ് ടോമി എന്ന് പറയുന്ന 2 പേരുടെ കോൺവെർസേഷനാണ് ഈ ബുക്കിൽ വരുന്നത്. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് ബ്ലേക്ക്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അത്രയധികം നന്നായിട്ട് ഡ്രസ്സ് ചെയ്യാതെ, മുടിയൊക്കെ വളരെയധികം നരച്ച്, മുടിയൊന്നും നന്നായിട്ട് ചീകാതെ, നന്നായിട്ട് ഷേവ് ചെയ്യാതെ ഒരു വ്യക്തി ഓഫീസിലിരിക്കുന്നത് കണ്ടു. അപ്പം ഇദ്ദേഹം ഇത് ആലോചിക്കുകയാണ്, ആരാണ്? അദ്ദേഹത്തിൻ്റെ പേര് ടോമി എന്നാണ്. ടോമി ഇദ്ദേഹത്തിനോട് സംസാരിച്ചു. അപ്പം അദ്ദേഹം ബ്ലേക്ക് പറഞ്ഞു, ഞാൻ ഇതുവരെ താങ്കളെ കണ്ടിട്ടില്ലല്ലോ, ഞാൻ ഈ ഓഫീസിലെയാണ്. സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് ടോമി ആ ഓഫീസിലെ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന വ്യക്തിയാണ്. ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയ വ്യക്തിയാണ്. വളരെ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വേഷവിധാനം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഒരു നല്ല രീതിയിൽ ലീഡറാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ അദ്ദേഹം ടോമി പറയുന്നതാണ്, ലീഡർഷിപ്പിനെ കുറിച്ചിട്ടുള്ള 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്ന ഇമേജ്. എന്താണ് ഇമേജ്? I for ഇന്നോവേഷൻ. ഒരു ലീഡർ എപ്പോഴും ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, വളരെയധികം ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഔട്ട് ഓഫ് ബോക്സിൽ ആരും ചിന്തിക്കാത്ത രീതിയിൽ പുതിയതായിട്ടൊരു ഇന്നോവേഷൻ ഉണ്ടായിരിക്കണം. ഒരു കാര്യം സോൾവ് ചെയ്യാൻ സാധാരണ രീതി അല്ലാതെ മൈൻഡ് ഉപയോഗിച്ച് ഇന്നോവേറ്റീവായിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്തുന്ന വ്യക്തിയായിരിക്കണം. രണ്ടാമത് വരുന്നത് എം ഫോർ മാസ്റ്ററി. അദ്ദേഹം ചെയ്യുന്ന കാര്യത്തിൽ സ്കില്ല് മാസ്റ്റർ ആയിക്കൊണ്ടേയിരിക്കണം. നമ്മൾ പറയില്ലേ, ഷാർപ്പൺ ചെയ്തുകൊണ്ടേയിരിക്കണം. വളരെയധികം എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഒരിക്കലും പെർഫെക്റ്റ് ആകാൻ പറ്റില്ല, പ്രോഗ്രസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ആ കാര്യത്തിൽ മാസ്റ്റർ ആകാൻ വേണ്ടി സെൽഫായിട്ട് സ്കിൽസ് കൂട്ടിക്കൊണ്ടേയിരിക്കണം. അതിന് പഠിച്ചുകൊണ്ടേയിരിക്കണം. എങ്ങനെ? ഹൗ ടു ബിക്കം എ മാസ്റ്ററി. മൂന്നാമത് വരുന്നത് ഒതൻറ്റിസിറ്റി. ഒതൻറ്റിസിറ്റി എന്ന് പറയുന്നത് നമ്മുടേതായ ഒരു ആധികാരികമായ ഒരു ശൈലി, ഒരു യുണീക്ക്നെസ് ഉണ്ടായിരിക്കണം. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് ഞാൻ ചെയ്യുന്നത്, എൻ്റെ ഒരു യുണീക്ക്നെസ് എന്താണ്, അതാണ് ഒതൻറ്റിസിറ്റി. അടുത്ത വരുന്നത് ഗട്ട്സ്. അതായത് ഒരിക്കലും നമ്മളൊരു ഫെയിലുവർ കണ്ടിട്ട്, അല്ലെങ്കിൽ വളരെയധികം നമ്മൾ തോറ്റുകൊണ്ടേയിരിക്കുന്ന ഈ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ പോലും അതിനെ ഭയക്കാതെ, അതിനെ ഓവർകം ചെയ്തുകൊണ്ട് ധൈര്യത്തോടു കൂടി ആ കാര്യത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം, വിവേകത്തോടു കൂടി എങ്ങനെ എനിക്ക് മുമ്പോട്ട് പോകാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കണം. ഫോർ എത്തിക്സ്. വളരെയധികം എത്തിക്കൽ ഓറിയൻറ്റഡ് ആയിരിക്കണം. എത്തിക്സോടു കൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വാല്യൂ അഡിഷൻ എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. അതാണ് ഇമേജ്. രണ്ടാമത്തെ കാര്യം സ്പാർക്ക്. എന്ന് പറയുന്നത് സ്പീക്ക് വിത്ത് ഹോണസ്റ്റി. വളരെയധികം ഒരു ലീഡർ ഹോണസ്റ്റി ആയിട്ടായിരിക്കണം സംസാരിക്കേണ്ടത്. ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ അദ്ദേഹം വളരെ ഹൃദയത്തിൽ നിന്നും വളരെ ഹോണസ്റ്റായിട്ട് കൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. രണ്ടാമത് ഫോർ പ്രയോറിറ്റൈസ്. കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്ത് കാണാനും അതിനനുസരിച്ച് മുഖ്യത്വം കൊടുത്തുകൊണ്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ വെറുതെ വേഗമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല ലീഡർ. ഓരോ കാര്യങ്ങൾക്കും ആ പ്രയോറിറ്റൈസ് കൊടുക്കും. അതെന്തുകൊണ്ട് കൊടുക്കുന്നു എന്നുള്ളത് നോക്കും. അതിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളത് നോക്കും. ദാറ്റ് ഈസ് പ്രയോറിറ്റൈസ്. അടുത്തത് വരുന്നത് അഡ്വേഴ്സിറ്റി ബ്രീഡ്സ് ഓപ്പർച്യൂണിറ്റി. അതായത് ഫൈൻഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ എ ബാഡ് സിറ്റുവേഷൻ. പല ബാഡ് സിറ്റുവേഷനും നമുക്കുണ്ടാകുമ്പോഴും അതിലൂടെ കടന്നു പോകുമ്പോഴും അതിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതെനിക്ക് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് ഒരു ലീഡർഷിപ്പ് ആംഗിളിൽ നിൽക്കുന്ന ആൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഫൈൻഡ് ചെയ്യേണ്ട കാര്യം.
ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോണ്ട് നെവർ റിയാക്ട്. അതായത് കാര്യങ്ങളെ റെസ്പോണ്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്, അതിനെ റിയാക്ട് ചെയ്യാൻ നിൽക്കരുത്. ലീഡർ എപ്പോഴും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നാണ് ചിന്തിക്കുന്നത്, അല്ലാതെ വെറുതെ ഒരു റിയാക്ഷനിലേക്ക് ഇമോഷണലി നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല, അതിനെ റെസ്പോണ്ട് ചെയ്യും. ഏത് രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്? കെ, കുഡോസ് ടു എവരി വൺ. ഒരു ടീം പ്ലെയർ ആയിരിക്കണം. ടീമുമായിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും, ആ ഒരു ടീമിനെ എങ്ങനെ നമുക്ക് യോജിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും, നല്ലൊരു ടീം പ്ലെയർ ആയിരിക്കണം ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആൾ. അടുത്തത് മൂന്നാമത്തെ ഹ്യൂമൻ. ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ H ഫോർ ഹെൽപ്ഫുൾനെസ്, ഹെൽപ്പ് ചെയ്യുക. നമ്മൾ എങ്ങനെയാണ് പ്രത്യേകിച്ച് ഒരു എന്താ പറയുക, അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം ലീഡേഴ്സ്. അതായത് എന്ത് കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ചൊരു അൺകണ്ടീഷണലായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതാണ് ലീഡേഴ്സ്. ഹെൽപ്ഫുൾനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. U ഫോർ അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കാൻ പറ്റണം. ഒരു സിറ്റുവേഷനിൽ എന്താണ് ആ കാര്യം ഉണ്ടായതിന് പിന്നിലുള്ള കാരണങ്ങളെക്കുറിച്ച് വളരെയധികം മൾട്ടിപ്പിൾ ഡയമെൻഷനിൽ നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒരു കാര്യത്തിൽ മാത്രമല്ല, പല രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റി കൂട്ടിക്കൊണ്ടേയിരിക്കുക. മൂന്നാമത് മിങ്കിൾ, M ഫോർ മിങ്കിൾ. നമ്മൾ ഏതൊരു സാഹചര്യവും ഏതൊരു വ്യക്തിയുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഒരു ലീഡറാണ്, അതുകൊണ്ട് ഞാൻ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യില്ല, ഞാൻ അതോറിറ്റി ആയിട്ട് ഒരിടത്ത് ഇരിക്കുകയാണ് എന്ന് മാത്രമല്ല ലീഡർഷിപ്പ് വരുന്നത്. നമുക്ക് ഏതൊരു കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനും മിങ്കിൾ ചെയ്യാനും അതിനെ കറക്റ്റായിട്ട് ഒരു ഒഴുക്കോട് കൂടി വളരെ ഫ്ലോയിൽ കൊണ്ടുപോകാനും ഉള്ളൊരു കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കണം ലീഡർഷിപ്പിൽ. A ഫോർ അമ്യൂസ്, മോട്ടിവേറ്റ് ചെയ്യണം. നമ്മൾ വളരെയധികം ഒരു റോൾ മോഡലായിട്ട് മറ്റുള്ളവർക്കൊരു മോട്ടിവേഷനായിട്ട് എപ്പോഴും മാറണം. ആ രീതിയിലുള്ളൊരു ക്യാരക്ടർ എപ്പോഴും നമ്മൾ ബിൽഡ് ചെയ്ത് ക്യാരക്ടർ മനസ്സിൽ കരുതി, അല്ലെങ്കിൽ ക്യാരക്ടർ എപ്പോഴും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകണം. N ഫോർ നർച്ചർ, നർച്ചർ ചെയ്യണം. ഏതൊക്കെ രീതിയിൽ എല്ലാ കാര്യങ്ങളും, സ്കിൽസ് ആയിക്കോട്ടെ, അതല്ല എബിലിറ്റി, എന്ത് കാര്യവും നമ്മൾ നല്ല രീതിയിൽ നർച്ചർ ചെയ്ത് അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം ലീഡർഷിപ്പ് ആംഗിളിൽ. അദ്ദേഹം പറയുന്ന നാലാമത്തെ കാര്യം ഷൈനാണ്. S ഫോർ സീ ക്ലിയർലി, വളരെ ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങളെ ദീർഘവീക്ഷണത്തോടു കൂടി കാണാൻ കഴിയണം, വളരെ ക്ലിയറായിട്ട് കാണാൻ പറ്റണം, ഒരു കറക്റ്റ് ഒരു വിഷൻ ഉണ്ടായിരിക്കണം. അതാണ് സീ ക്ലിയർലി. H എന്ന് പറയുന്നത് ഹെൽത്താണ്. ഒരു ലീഡറിന് മൈൻഡ് സെറ്റ് മാത്രം പോരാ, ഹെൽത്ത്. അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഉള്ളത് ബോഡിയാണ്. ആ ഹെൽത്ത് വളരെയധികം ആരോഗ്യകരമല്ല എന്നുണ്ടെങ്കിൽ എനർജി ഒരിക്കലും ആ ലെവലിലേക്ക് എത്തില്ല. അപ്പോൾ യു ഷുഡ് ബി വെരി കോൺഷ്യസ് അബൌട്ട് യുവർ ഹെൽത്ത്. യു ഹാവ് ടു ടേക്ക് കെയർ യുവർ ഹെൽത്ത് ഇൻ എ പ്രോപ്പർ മാനർ. വളരെയധികം നല്ല രീതിയിൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. I ഫോർ ഇൻസ്പിരേഷൻ, മറ്റുള്ളവർക്കൊരു ഇൻസ്പയർ ആയിരിക്കണം, സ്വന്തമായിട്ടും ഇൻസ്പിറേഷൻ ഉണ്ടായിരിക്കണം. N നെഗ്ലക്റ്റ് നോട്ട് ഫാമിലി, ഒരിക്കലും നമ്മൾ കുടുംബത്തെ നെഗ്ലക്റ്റ് ചെയ്യരുത്. യു ഹാവ് ടു സ്പെൻഡ് എ ക്വാളിറ്റി ടൈം വിത്ത് യുവർ ഫാമിലി. ഫാമിലിയുമായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക, കുട്ടികളുമായിട്ട് കളിക്കുക, വളരെയധികം ഉല്ലസിക്കുക. ആ ഒരു സന്തോഷകരമായ നിമിഷം എല്ലാ ദിവസവും നിങ്ങൾ യു ഹാവ് ടു സ്പെൻഡ് സം ടൈം വിത്ത് യുവർ ഫാമിലി. E ഫോർ എലിവേറ്റ് ലൈഫ് സ്റ്റൈൽ. ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിസിക്കൽ മാത്രമല്ല, എലിവേറ്റ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് പല കാര്യങ്ങൾ പുതുതായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുക, നിങ്ങളുടെ സ്കിൽസ് കൂട്ടിക്കൊണ്ടേയിരിക്കുക, നിങ്ങൾ നിങ്ങൾ ഏത് രീതിയിൽ എക്സ്പെർട്ട് ആവാൻ പറ്റും, ഏത് രീതിയിൽ നിങ്ങൾ നിൽക്കുന്ന ഫീൽഡിൽ മാസ്റ്റർ ആകാൻ പറ്റും, എന്തൊക്കെ സ്കിൽസ് എനിക്ക് അക്വയർ ചെയ്യാൻ പറ്റും, എന്തൊക്കെ എഫിഷ്യൻസി എനിക്ക് കൂട്ടാൻ പറ്റും, അങ്ങനത്തെ ലൈഫ് സ്കിൽസ് നിങ്ങൾ കൂട്ടി ലൈഫ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യുക. ഇതിനെല്ലാം വേണ്ടത് ഒരു ലീഡർ ആവണമെന്നുണ്ടെങ്കിൽ ഗുഡ് മൈൻഡ് സെറ്റാണ് വേണ്ടത്. അതല്ലാതെ നമുക്കൊരു പൊസിഷൻ ആണെങ്കിൽ മാത്രമാണ് ലീഡർ എന്നല്ല ഇവിടെ പറയുന്നത്. ഒരു പൊസിഷനുള്ളൊരു വ്യക്തി മാത്രമല്ല ലീഡർ. ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, നിങ്ങൾ ഒരിക്കലും ഒരു ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്ന വ്യക്തി ആയിരിക്കില്ല. യു ആർ നോട്ട് നോട്ട് എ സോഷ്യൽ ലീഡർ ഓർ ഓൺട്രപ്രണർ. നിങ്ങളൊരു സാധാരണ വ്യക്തിയായിരിക്കാം. എന്നാൽ പോലും ഇതിനകത്തൊരു ടൈറ്റിലില്ല ലീഡറിന്. ഏത് രീതിയിലും നിങ്ങൾ സെൽഫ് ലീഡർഷിപ്പ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നത്.
ഓക്കെ, നിങ്ങൾ ഏത് രീതിയിലേക്കാണ് ലൈഫിനെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാൻ താല്പര്യമുണ്ട്. സോ നിങ്ങളുടെ കമൻസ് ഈ ചാനലിലേക്ക് നിങ്ങളുടെ കമൻസ് ഒന്നിടുക. നമുക്കൊരു ഡിസ്കഷനിലേക്ക് പോകാം, ഏതൊക്കെ കാര്യങ്ങളാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.